SDP സുപ്രധാന നേതാവ് ഫൈസിയെ അഴിക്കുള്ളിലാക്കിയതോടെ ആ സംഘടനയുടെ ഭീകരമുഖം വെളിപ്പെടുത്തുന്ന നിർണായകമായ തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി നിരത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. പുറമെ വലിയവായിൽ ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ദേശീയതയുടെയും ആശയങ്ങൾ പുറന്തള്ളുമ്പോഴും അതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങേയറ്റം ഭീകരവും രാഷ്ട്ര വിധ്വംസകവുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകളാണ് ED പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ പ്രഖ്യാപിത നയം തന്നെ ഇസ്ലാമിതര മതസ്ഥരെ കായികമായി കീഴ്പ്പെടുത്തുന്ന തരം ജിഹാദി പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ED പുറത്തുവിട്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓഫീസായ കോഴിക്കോട് യൂണിറ്റി ഹൗസ് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്ത നിർണായകമായ തെളിവുകൾ എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് SDP-യെയും പോപ്പുലർ ഫ്രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് തന്നെയാണെന്നും ഇലക്ഷനുകളിലും SDP സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പുറമേ നോക്കുമ്പോൾ സാംസ്കാരികവും സാമൂഹികവുമായ പല ലേബലുകളും സംഘടനയ്ക്കുണ്ടെങ്കിലും രണ്ടും ഇസ്ലാമിക ഭീകരതയുടെ തൂവൽ പക്ഷികളാണെന്നും ED സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പുറമേ ദേശീയതയും റിപ്പബ്ലിക്കും ഉയർത്തിപ്പിടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുമ്പോഴും ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള അതിശക്തവും നിഗൂഢവുമായ നീക്കം തന്നെയായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. പ്രതിരോധം എന്ന പേരിൽ തിരിച്ചടിക്കുക എന്നതാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം. സിദ്ധാന്തങ്ങൾ കൊണ്ട് മാത്രമല്ല, നിയമപരമായും പ്രക്ഷോഭത്തിലൂടെയും പിന്നെ കായികമായുമുള്ള പ്രതിരോധം തന്നെയായിരിക്കും തങ്ങൾക്കുള്ളത്. SDP ഒരിക്കലും ഒരു മതേതര പാർട്ടിയല്ല, മറിച്ച് മതപരമായ പാർട്ടി തന്നെയാണ്. അനുബന്ധമായിട്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം കേവലം ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒബ്ജക്റ്റീവൽ സംഘടനകൾ മാത്രമാണ്. സാമൂഹിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന പ്രസ്ഥാനമെന്ന നിലയിലാണ് പുറത്ത് തങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. പൂർണ്ണമായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം തന്നെയാണ് തങ്ങളെന്നും തങ്ങളുടെ ഏക ലക്ഷ്യം ഇസ്ലാമിക ജിഹാദി പ്രവർത്തനങ്ങൾ തന്നെയാണെന്നും അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുന്ന SDP-യുടെ നിർണായക രേഖകളും ED ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. SDP-ക്ക് രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തത് പോപ്പുലർ ഫ്രണ്ട് ആണെന്നും അതിൽ പോപ്പുലർ ഫ്രണ്ട് 61 കോടിയുടെ കള്ളപ്പണം വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ചിലരുടെ അക്കൗണ്ടിലൂടെയാണ് അത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയത് എന്നുമുള്ള വിവരങ്ങളും ED വെളിപ്പെടുത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിൽ SDP-യെയും നിരോധിക്കേണ്ടത് അനിവാര്യമായിരുന്നുവെങ്കിലും അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നതിനാലും ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം അതിന് അനിവാര്യമായിരുന്നു എന്നതിനാലും അന്നത് അസാധ്യമായി പോയി. എന്നാൽ ഇപ്പോൾ ED സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ SDP-ക്ക് നിരോധനം ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നിരോധനം വന്നതോടെ പോപ്പുലർ ഫ്രണ്ടിലും SDP-യിലുമായി നിന്നിരുന്ന തീവ്രവാദികളിൽ പലരും SDP-യുടെയും ബാക്കിയുള്ളവർ മറ്റു മതേതര പാർട്ടികളുടെയും ഭാഗമാവുകയും ആ പാർട്ടികളെ ഹൈജാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ SDP-യെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം. ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജിഹാദി പ്രവർത്തനങ്ങളിലൂടെ അത് നടപ്പിലാക്കാനാണ് പലതവണ രൂപം മാറി പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം ലക്ഷ്യമിട്ട് അതിനുവേണ്ടി PFI ഒരുക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് SDP എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. SDP-യുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നതും നിയന്ത്രിച്ചിരുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയായിരുന്നു. SDP-ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് സമാഹരിച്ച പണത്തിന്റെ കണക്കുകളും തെരഞ്ഞെടുപ്പിന്റെ ചെലവിലേക്ക് അതിൽ നിന്ന് അവർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളുമെല്ലാം ED പുറത്തുവിട്ടു. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി റമദാൻ കളക്ഷൻ എന്ന പേരിലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി ഫണ്ട് ശേഖരിച്ചത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായും ED വ്യക്തമാക്കി. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. അന്ന് കിട്ടിയ പ്രിവിലേജുകളെല്ലാം നഷ്ടപ്പെട്ട SDP-യെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വഴിയെ നിരോധനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. SDP-യുടെ വോട്ട് വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളും SDP പാർട്ടിക്ക് മതേതര മുഖം നൽകാൻ പണം പറ്റി പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിലിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളും ഇപ്പോൾ ഭയാശങ്കയിലാണ്.